നമ്മൾ പഴയ വീട് ഓൾട്ടർ ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസൊക്കെ അത്യാവശ്യം ആളുകളിലേക്ക് എത്തിത്തുടങ്ങി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ വന്നിരുന്ന ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടു. കുറേ നല്ല കമൻറ്റുകളുണ്ട്, പിന്നെ കുറേ സംശയങ്ങളുണ്ട്. പൊതുവെ ഒരുവിധം എല്ലാത്തിലും പ്രകടമായിട്ട് കാണുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ വീട് പൊടുക്കി പണിയുമ്പോൾ അത് വിചാരിച്ച പോലെ നന്നാവൂ, അതോ അങ്ങനെ ചെയ്തതിനേക്കാളും നല്ലത് പുതിയൊരു വീട് പണിയല്ലേ എന്നുള്ളൊരു സംശയം ഒരുപാട് പേരുകൾക്കുള്ള പോലൊരു തോന്നലായി നിന്ന് വരുന്നുണ്ട് ആ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അനീനാണ് അപ്പോൾ നമ്മുടെ കൂടെ എല്ലാത്തിനും സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് നേരെ പാലക്കാട് കണ്ണാടി. നേരെ കാണുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ആ വീട്. ഇതിപ്പോൾ നമ്മളൊരു 1.5 വർഷം മുമ്പ് കണ്ണാടിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്, നിലവിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ്. ഈ വീടിന്റെ പഴയ ഫോട്ടോ കണ്ടിട്ടില്ല? ഇല്ല. ഇതൊന്ന് നോക്കിയേ. ഇതാണോ വീട്? ആ, ഇത് കണ്ട, ഈ വീടിന്റെ സൈഡ് കണ്ട ഈ ഫോട്ടോയില്? ഇതാണ് ഇപ്പൊ ഫ്രണ്ട് ആക്കി മാറ്റിയിട്ടുള്ളത്. അത് പഴയ വീടിന്റെ സൈഡാ. നമുക്ക് എന്തായാലും കാണാം, കണ്ടോക്ക്. ഹായ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അനിയൻ അങ്ങനെ ആദ്യം കണ്ടപ്പോൾ മൊത്തത്തിലൊന്ന് കണ്ണ് തള്ളിയിട്ടാണ് നിന്നിരുന്നത്. ഇങ്ങനെയൊക്കെ പറ്റുമെന്നോ? അവന് ചോദിച്ചൊരു ചോദ്യമാണ്, എന്താ പറയുക, ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ പ്രേക്ഷകന് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു കുഴപ്പം പറയാനില്ലാത്ത ഒരു സുന്ദരമായൊരു വീടാണ് ഇത്. നമ്മൾ പഴയ വീട് ഓൾട്ടർ ചെയ്തിട്ട് മാറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഒരു ക്ലയൻറ്റിൻ്റെ സ്വപ്നങ്ങൾക്ക് ഇവിടെ വില. അതാവുമ്പോൾ സ്വപ്നം കാണുന്നതിന് ലിമിറ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് പരമാവധി യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചാഞ്ചാട്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ സാധിക്കുമല്ലേ എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ ഈ വീഡിയോ കൊണ്ട് സാധിച്ചാൽ അതന്നെ ഏറ്റവും വലിയ കാര്യം. ഈ വീഡിയോയുടെ ഉദ്ദേശവും ആവശ്യവും അത് തന്നെയാണ്.
അപ്പോൾ പരമാവധി ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായിട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.